ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷെമീന. ഇന്ന് ക്യുസാറ്റ് അഡ്മിഷനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ക്യുസാറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് ബിടെക്കിൻ്റെയും ഡിഗ്രി സയൻസിൻ്റെയും ഡിഗ്രി ഫോട്ടോണിക്സിൻ്റെയും എല്ലാ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ തൊട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിനെ പറ്റി. അപ്പോൾ അവസാനം അതും വന്നിരിക്കുകയാണ്. ക്യുസാറ്റ് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് റാങ്ക് ലിസ്റ്റ് എന്നുള്ള ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് special reservation benefits are subject to the verification of original documents. Instructions regarding option registration or option rearrangement, mark entry, etc. will be published separately. BTech integrated MSc BVOC rank lists are prepared based on marks earned by candidates എന്നെല്ലാം പറഞ്ഞിട്ട് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റോൾ നമ്പറും ഓരോരുത്തരുടെ എന്താ പറയുക റിസർവേഷനും കാസ്റ്റ് ജനറൽ ആണോ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടോ എന്നെല്ലാം കൊടുത്തിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ട് അല്ലേ, റോങ് ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റ് റാങ്ക് ഒക്കെ ചെക്ക് ചെയ്യണവർ ഇതിൽ പോയി ചെക്ക് ചെയ്യാം. പിന്നെ ബാക്കി അടുത്ത ഇതൊക്കെ യൂണിവേഴ്സിറ്റി അറിയിക്കും. 4613 റാങ്ക് വരെ ഉള്ളവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം അറിഞ്ഞല്ലോ അല്ലേ. അടുത്ത അപ്ഡേറ്റ് ഉള്ളത് ഒരു സ്പോട്ട് അഡ്മിഷനെ പറ്റിയാണ്. അതിനെപ്പറ്റി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിലാണത്. അപ്പോൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് MBA അഡ്മിഷൻ അവിടെ ഓൾറെഡി കഴിഞ്ഞിരുന്നു. പക്ഷേ ബാക്കിയൊന്ന് സീറ്റുകളിലേക്ക് ഒരു ഓൺലൈനായിട്ട് തന്നെ സ്പോട്ട് അഡ്മിഷൻ നടത്തുകയാണ്. അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷനാണിത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി അക്കാദമിക് അഡ്മിഷൻ 2020 MBA ഫുൾ ടൈം പ്രോഗ്രാം. കാൻഡിഡേറ്റ്സ് ഹു ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ആൻഡ് വില്ലിംഗ് ടു ടേക്ക് അഡ്മിഷൻ ടു ഫുൾ ടൈം റെഗുലർ MBA പ്രോഗ്രാം ഓഫ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് can participate in the online spot admission to the following vacancy on or before 12/10/2020. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ 1 തൊട്ട് 146 വരെ റാങ്ക് ലിസ്റ്റിലുള്ളവർ ആണ് ഒരു ജനറൽ കാറ്റഗറിയിൽ വേണ്ടത്. ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിൽ 1 to 157 അങ്ങനെ ഓരോ കാറ്റഗറി, ETB മുസ്ലിമിൽ OBH അങ്ങനെ ഓരോ കാറ്റഗറി വൈസിനും ഇത്ര റാങ്ക് തൊട്ട് ഇത്ര റാങ്ക് വരെ ഉള്ളവർക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. PHCക്ക് ലാംഗ്വേജിലുള്ള എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. EWSന് 12668 അങ്ങനെയാണ് അത്. അപ്പോൾ 12-ാം തീയതിക്ക് മുമ്പായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺ ഓർ ബിഫോർ 12/10/2020. അപ്പോൾ എല്ലാവരും സ്പോട്ട് അഡ്മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇത് ഓൾറെഡി MBAയുടെ റാങ്ക് ലിസ്റ്റിലുള്ളവരാണ്, അല്ലാത്തവരല്ല. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് അഡ്മിഷൻ എന്തെങ്കിലും കാരണവശാൽ എടുക്കാൻ വിട്ടുപോയിട്ടുള്ളവർ അപ്പോൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടി യൂണിവേഴ്സിറ്റിയെ അപ്രോച്ച് ചെയ്യുക, മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ. പിന്നെ സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. ഇപ്പോൾ BTechകാരൊക്കെ ഓൾറെഡി അവർക്ക് എന്താ പറയുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്ക് സ്പോട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ബ്രാഞ്ചൊക്കെ മാറാൻ പറ്റും. അതൊക്കെ മാറാനൊക്കെ പറ്റും, പക്ഷെ നിങ്ങളുടെ ഹയർ ഓപ്ഷനിലുള്ളതായിരിക്കണം. പിന്നെ നിങ്ങൾ ഓൾറെഡി കാറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരായിരിക്കണം, റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളവരായിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. പിന്നെ ചിലരുടെ ഡൗട്ടാണ് ഫീ ഒക്കെ എങ്ങനെയാണ്. സ്പോട്ട് അഡ്മിഷനിൽ ചേർന്ന ഫീ ഒക്കെ സെയിം തന്നെയാണ്, നമ്മൾ സാധാരണ ചേർന്ന പോലെ ഫീ തന്നെയാണ് വരിക. പിന്നെ ചോദിക്കാറുള്ളത് റിസർവേഷൻ്റെ കാര്യമാണ്. ഞങ്ങൾക്ക് റിസർവേഷൻ കിട്ടുമോ സ്പോട്ട് അഡ്മിഷൻ? ഇപ്പോൾ ഇതിന് മനസ്സിലായല്ലോ അല്ലേ, ഓരോ റിസർവേഷൻ കാറ്റഗറി പ്രകാരമാണ് വിളിച്ചേർക്കണത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും, അതൊന്നും പറയാവേണ്ട. അപ്പോൾ MBAക്കാർ ഇതനുസരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലായില്ല. ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവുമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ MBAക്കുള്ള സ്ഥിതിക്ക് മറ്റ് ബ്രാഞ്ചുകൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഓഫ്ലൈനായിട്ടില്ലെങ്കിൽ ഓൺലൈനായിട്ടെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ പലരും ചോദിക്കാറുള്ളത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എവിടെ നിന്ന് അറിയുന്നതാണ്. ഇത് ഇവിടെ നിന്നാണ്. ക്യുസാറ്റിൻ്റെ admission.qsat.ac.in എന്നുള്ള സൈറ്റാണ്. അപ്പോൾ അതിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കണ്ടോ, ഓരോ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ. ഈ ഫസ്റ്റ് BTech ലാസ്റ്റ് റാങ്ക് ഇത് ഇൻറ്റിഗ്രേറ്റഡ് MSc
സി ലാസ്റ്റ് റാങ്ക്, ബിവോക്ക് ലാസ്റ്റ് റാങ്ക്, ഇത് മൂന്നും ഈ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇത് മൂന്നും അങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇത് രണ്ടും 2019 ഫൈനൽ അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഈ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യണവർക്ക് അത് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ പുതിയ വേറെ അപ്ഡേറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലോഡിംഗ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഫോർ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഈസ് എക്സ്റ്റെൻഡഡ് ടു 10/10/2020 for the applicants of LLM Intellectual Property Rights, LLM Master of Law, LLM IPR, PhD, LLM IP, PhD. Kindly note this section is applicable only for the above mentioned 4 courses. ഈ പറഞ്ഞിട്ടുള്ള ഈ 4 കോഴ്സുകൾക്ക് മാത്രം അവരുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഡേറ്റ് 10-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ബാക്കി PG കോഴ്സുകൾ അവരൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അപ്ഡേറ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ചെക്ക് ചെയ്യാത്തവരൊക്കെ പോയി ചെക്ക് ചെയ്യുക. പിന്നെന്താ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനുമായി ഞാൻ വരാം. അതുവരേക്കും ബൈ ബൈ.